പരിശുദ്ധ മാതാവ് നൽകിയ ഒരു സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു: മക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ എന്നെ ക്ഷണിക്കുക. ജപമാല മണികൾ ഞാൻ ചലിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന മക്കളായി നിങ്ങൾ തീരും. അപ്പോൾ സാത്താന്റെയും അവന്റെ ദുഷ്ട സൈന്യത്തിന്റെയും ഭീകര സമരത്തിൽ നിങ്ങൾക്ക് എതിർത്തു നിൽക്കുവാൻ സാധിക്കും. സാത്താനെതിരെയുള്ള സുശക്തമായ ആയുധമാണ് ജപമാല. ജപമാല ചൊല്ലുമ്പോൾ സ്വർഗീയ നിവാസികളും പരിശുദ്ധ ത്രിത്വവും സന്തോഷിക്കും. നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ അത്ഭുത കോട്ടകൾ കെട്ടപ്പെടും. മക്കളെ, ജപമാല എന്ന ആയുധം മുറുകെ പിടിക്കണം. സാത്താനെതിരെ പോരാടാനുള്ള ആയുധമാണ് ജപമാല. എല്ലാ മക്കളും മനമുരുകി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയേക്കാൾ വലിയ ശക്തിയില്ല. പ്രാർത്ഥനയിലൂടെ മാനസാന്തരത്തേക്ക് വരുന്ന മക്കൾ എന്നോടൊപ്പം സ്വർഗത്തിൽ സന്തോഷിക്കും. പരിശുദ്ധ അമ്മയുടെ വണക്കമാസം 6-ാം തീയതി. ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ, അങ്ങയുടെ വിസ്മയാവഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാകുന്നു. അങ്ങയുടെയും അങ്ങേ തിരുക്കുമാരൻ്റെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുതനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങേ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരായിരുന്നു. അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്തതാപൂർവം ഈശോയെയും ദൈവമാതാവായ അങ്ങയെയും സ്നേഹിച്ച് സേവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സുഹൃദജപം. അമ്മ മറിയമേ, കേരളത്തിലെ കഠിനമായ ചൂടിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഠിനമായ ചൂട് നിമിത്തം ജോലി ചെയ്യുവാൻ സാധിക്കാതെ നിൽക്കുന്ന ജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അമ്മേ, ഇതും ദൈവേഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ മാധ്യസ്ഥം തേടി മുന്നേറുവാൻ ഞങ്ങൾക്ക് കഴിവ് നൽകണമേ എന്ന് നിന്റെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മ മറിയമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ.